ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ ഒരു തിയറം, ദാറ്റ് ഈസ് സിംഗിൾ ഗ്രാഫ് വിത്ത് n വേർട്ടിസസും k കമ്പോണൻസും ഉണ്ടെങ്കിൽ അറ്റ് മോസ്റ്റ് മാക്സിമം എത്ര എഡ്ജസ് പോസിബിൾ ആണ്? n - k ഇൻറ്റു n - k + 1/2 എഡ്ജസ് പോസിബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി അല്ലേ? ഒരു 7 വേർട്ടിസസും k 3 കമ്പോണൻസും ഉണ്ടെങ്കിൽ മാക്സിമം എത്ര എഡ്ജസ് വരെ വരാം? 10 എഡ്ജസ് അല്ലേ? അതായത് മാക്സിമം നമ്മളവിടെ കണ്ടു, ഒരു കമ്പോണൻറ്റിൻ്റെ അകത്ത് മാക്സിമം ഒരു 5 വേർട്ടിസസേ വരത്തുള്ളൂ. 5 വേർട്ടിസസ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻറ്റിൽ എത്ര നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ആണ്? n × n - 1/2, ദാറ്റ് ഈസ് 5 × 4/2, ദാറ്റ് ഈസ് 10 എഡ്ജസ് വരെ പോസിബിൾ ആണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നു, ഓരോ കമ്പോണൻറ്റിനും നമ്മൾ നേരത്തെ കണ്ടു, നമ്മളവിടെ നേരത്തെ അപ്പം ഓരോ നമ്മളവിടെ 7 വെർട്ടീസസ് കണ്ടു അല്ലേ? 7 വെർട്ടീസസും 3 കമ്പോണൻറ്റും. ഓക്കെ, 7 വെർട്ടീസസും 3 കമ്പോണൻറ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ 5 വെർട്ടീസസും ഇതിൻ്റെ അകത്ത് 1 വെർട്ടീസസും 1 വെർട്ടീസസും കൊടുത്തു. 5 അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ കൊടുത്ത് മാക്സിമം എത്രയും വന്നു? 10 വന്നു അല്ലേ? 5 വെർട്ടീസസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 10 വരും. ഒരു വേർട്ടീസ് ആണെങ്കിൽ n × n - 1, ദാറ്റ് ഈസ് 1 × 1 - 1 0 0. മാക്സിമം എഡ്ജസ് എത്രയാണ്? 10 ആണ് വരുന്നത്. സോ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ഫോർ മൈ കൺവീനിയൻസ്, നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ഈച്ച് കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻറ്റ് നമ്പർ ഓഫ് വേർട്ടിസസ്, ഇത് ഞാൻ n1 to n5 വരെ എടുത്തു, ഇത് n6 എടുത്തു, ഇത് n7 എടുത്തു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ഈച്ച് കമ്പോണൻറ്റ് വിൽ ബി നെയിംഡ് ആസ് n1 n2 up to etc nk. അങ്ങനെയാണെങ്കിൽ n1 + n2, അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ വേർട്ടിസസ് എന്ന് പറയുമ്പോൾ ഞാൻ n അല്ലേ, ദാറ്റ് ഈസ് 5 + 1 + 1, അതായത് 7 വേർട്ടിസസിൽ വരുന്നത് അതാണ്. ദാറ്റ് ഈസ് n1 + n2 + n3 + nk എത്ര വരും? ടോട്ടൽ വേർട്ടക്സ് n വരും അല്ലേ? ഓക്കെ, ടോട്ടൽ വേർട്ടക്സ് എന്ത് വരും? n വരും. ഫോർ ഓൾ ni ≥ 1. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഒരു നമ്മുടെ ഈ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ആൾജിബ്രൈക് ഇൻഇക്വാളിറ്റി. ഈ ഒരു ഫോർമുല നിങ്ങളങ്ങ് ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് സിഗ്മ = 1 to k. That is, this proof is based on the algebraic inequality. ഈ ഒരു ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ = 1 to k ni² <= n² - k - 1 × 2n - k. ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് we have to use this algebraic inequality. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ഓരോ കമ്പോണൻറ്റിൻ്റെ അകത്ത്, ഇപ്പം ഈ ഫസ്റ്റ് കമ്പോണൻ്റ് അകത്ത് എനിക്ക് 5, നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ അകത്ത് എനിക്ക് 5 വേർട്ടക്സ് ഉണ്ട്. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ ദിസ് കമ്പോണൻ്റ് ഇസ് n × n - 1. അത് നമ്മൾ ഓൾറെഡി ആ തിയറം പഠിച്ചിട്ടുള്ളതാണ്. മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് ഇസ് n × പോസിബിൾ ഇസ് n × n - 1/2. അപ്പോൾ 5 വേർട്ടക്സ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്ര പറ്റും? 5 × 4/2, ദാറ്റ് ഈസ് 10 വരും. അങ്ങനെയല്ലേ നമുക്കിവിടെ 10 കിട്ടിയത്. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഈ ഒരു കമ്പോണൻറ്റിൽ ഒരു വേർട്ടക്സേ ഉള്ളൂ. 1 × 1 - 1 0, അതാണ് ഇവിടെ 0 വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ ദ ഫസ്റ്റ് കമ്പോണൻറ്റിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് n1. അപ്പോൾ n1 × n1 - 1/2. സെക്കൻഡ് കമ്പോണൻറ്റിനാണെങ്കിൽ n2 × ഫസ്റ്റ് കമ്പോണൻ്റ് ആകുമ്പോൾ n1 × n1 - 1/2. സെക്കൻഡ് കമ്പോണൻ്റ് ആകുമ്പോൾ n2 × n2 - 1/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സെട്ര കേത്ത് കമ്പോണൻ്റ് വരുമ്പോൾ nk × nk - 1/2. അങ്ങനെ ഡൗട്ടില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം, അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു കേസ് എക്സാമ്പിൾ എടുത്ത് ഫസ്റ്റ് കേസിൽ എനിക്ക്
ആദ്യത്തെ കമ്പോണൻറ്റ് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് 10 കിട്ടി. സെക്കൻഡ് കമ്പോണൻറ്റ് എടുത്ത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് 0 ആണ്. തേർഡ് കമ്പോണൻറ്റ് 0. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ ദിസ് ഗ്രാഫ് ഇസ് 10 പ്ലസ് 0 പ്ലസ് 0 അല്ലേ, ദാറ്റ് ഇസ് 10 itself. അപ്പോൾ എനിക്ക് പറയാം ദ ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ ജി ഇസ് ദ സം ഓഫ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ ഈച്ച് കമ്പോണൻറ്റ്. ഈ ഓരോ കമ്പോണൻറ്റിൻ്റെ സം ആയിരിക്കുമല്ലോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് പോസിബിൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ എനിക്ക് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മാക്സിമം ഈ മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സമ്മ് അല്ലേ, ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സം ദാറ്റ് ഇസ് n1 ഇൻറ്റു n1 മൈനസ് 1/2 പ്ലസ് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ സമ്മ് ദാറ്റ് ഇസ് n2 ഇൻറ്റു n2 മൈനസ് 1/2 പ്ലസ് അങ്ങനെ kth കമ്പോണൻറ്റിൻ്റെ സം. ഓക്കെ, ദാറ്റ് ഇസ് nk ഇൻറ്റു nk മൈനസ് 1/2. അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ഈ മാക്സ്. ഇനി നിങ്ങൾ ഫുൾ എന്താണ് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ 1/2 അങ്ങ് പുറത്തെടുക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം 1/2 എനിക്ക് പുറത്തെടുക്കാമല്ലോ. 1/2 ഞാൻ പുറത്തെടുക്കുമ്പോഴത്തേക്കും സമ്മേഷനാണ്. സോ എനിക്ക് ഏതുവരെ പോകും, ഐയുടെ വാല്യൂ 1 to ഏതുവരെ പോകും, k ആണ്. സിഗ്മ ഈസിക്കൽ ടു 1 to k എനിക്ക് എന്ത് കൊടുക്കാം, ni ഇൻറ്റു ni മൈനസ് 1 എന്ന് കൊടുത്തുകൂടെ. ഇനി ഞാൻ ഇതിനെ 1/2 അതേപോലെ ചെയ്തിട്ട് സിഗ്മ ഈസിക്കൽ ടു 1 to k ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ് ni സ്ക്വയർ മൈനസ് ni ഇൻറ്റു ni ദാറ്റ് ഇസ് ni സ്ക്വയർ മൈനസ് ni ഇൻറ്റു 1 ദാറ്റ് ഇസ് ni. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 1/2 കൊണ്ട് എല്ലാം ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 1/2 ബ്രാക്കറ്റ് ആണല്ലോ, ഇത്രയും ബ്രാക്കറ്റിനകത്താണല്ലോ. ഇനി ഫുൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സിഗ്മ ഐ ഈസിക്കൽ ടു 1 to k ni സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു സിഗ്മ 1 ഐ ഈസിക്കൽ 1 to k ni. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 1/2 വെച്ചിട്ടെല്ലാം ബ്രാക്കറ്റ് അകത്തോട്ട് 1/2 എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇനി ഞാൻ ഇവിടെ എന്താണ് ആ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് പ്രൂഫ് ഈസ് ബേസ്ഡ് ഓൺ ദ ആൾജിബ്രിക് ഇൻഇക്വാളിറ്റി. സിഗ്മ ഈസിക്കൽ ടു 1 to k ni സ്ക്വയർ. നേരത്തെ ആ ഒരു ഇത് ഞാൻ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, സിഗ്മ ഈസിക്കൽ ടു 1 to k ni സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കൊടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് k മൈനസ് 1 ഇൻറ്റു 2n മൈനസ് k. ഇത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് സിഗ്മ ഈസിക്കൽ 1 to k ni സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to k ni സ്ക്വയർ. അതിന് പകരമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണ്. n സ്ക്വയർ മൈനസ് k മൈനസ് 1 ഇൻറ്റു 2n മൈനസ് k. ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് ഏതിന് പകരമാണ് കൊടുക്കുന്നതാണ്, ഇത്രയും സംഭവത്തിന് പകരമാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ആൾജിബ്രിക് ഇൻഇക്വാളിറ്റി. ബാക്കി ഞാൻ അതേപോലെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നോക്കിക്കുക, 1/2 ഐ ഈസിക്കൽ ടു 1 to k ni എന്ന് പറഞ്ഞാൽ എന്താണ്, n itself. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എനിക്ക് n എന്ന് കൊടുക്കാം. n/2 എന്ന് കൊടുത്തു, n കൊടുത്തു, എൻ്റെ ഹാഫിൻ്റെ n/2 എന്ന് കൊടുത്തു. ഇനി അവിടെ നമ്മൾ ഈക്വൽ ടു എന്നുള്ളത് എന്താ, ഇക്വാളിറ്റി എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു n സ്ക്വയർ മൈനസ് ഈ രണ്ട് സംഭവം ഞാൻ മൾട്ടിപ്ലൈ, ഈ ബ്രാക്കറ്റ് ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എഴുതുവാണ്. ദാറ്റ് ഇസ് k ഇൻറ്റു 2n ദാറ്റ് ഇസ് 2nk മൈനസ് k സ്ക്വയർ മൈനസ് 2n പ്ലസ് k മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ അങ്ങ് എഴുതുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു n സ്ക്വയർ മൈനസ് ഈ ബ്രാക്കറ്റ് ഞാൻ അകത്തോട്ട് ഞാൻ കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് n സ്ക്വയർ മൈനസ് 2nk പ്ലസ് k സ്ക്വയർ പ്ലസ് 2n മൈനസ് k. ഡൗട്ടില്ലല്ലോ, ഈ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മൈനസ് n/2 ഇതേപോലെ അങ്ങ് എഴുതുന്നു. ഓക്കെ, ഇനി എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആൻസർ ഇവിടെ കൊണ്ടെത്തിക്കണം. n മൈനസ് k ഇൻറ്റു n മൈനസ് k പ്ലസ് 1/2 എന്ന് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്.
ഇനി നോക്കിക്കേ, എൻ സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ, ഇതിത്ര മാത്രം എനിക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ അതേപോലെ എൻ സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ എന്ന് വെച്ചാൽ എൻ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? ഇത്രയും ഭാഗം എനിക്ക് അങ്ങനെ കൊടുക്കാം. പ്ലസ് 2n മൈനസ് കെ അതേപോലെ കൊടുത്തു. ഓക്കെ, അപ്പം ഇത് ഇത്രയും ബ്രാക്കറ്റിൻ്റെ അത് ഞാൻ കൊടുത്തു. അപ്പോൾ 1/2 ഇൻറ്റു കെ എൻ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2n മൈനസ് കെ എന്ന് പറയും മൈനസ് n/2. ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 1/2 ഞാൻ അതേപോലെ ഈ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എന്തെടുക്കാം? 1/2 എടുക്കാം. അപ്പോൾ അത് കോമൺ ആയിട്ട് ഞാൻ 1/2 ഇട്ടു. ഇനി n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2n മൈനസ് കെ മൈനസ് n. അപ്പോൾ ഞാൻ 1/2 എടുത്തു, ബാക്കിയെല്ലാം ഞാൻ ഒറ്റ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തു. ഇതൊരു ഡൗട്ടില്ലല്ലോ. ഇനി ഞാൻ n മൈനസ് 1/2 ഇൻറ്റു n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2n മൈനസ് n, അതിന് ഞാൻ 2n മൈനസ് n എനിക്ക് n എന്ന് എഴുതിക്കൂടെ? മൈനസ് കെ കൊടുത്തു. ഇനി എന്താണ്? n മൈനസ് കെ ദ ഹോൾ സ്ക്വയറിനെ എനിക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് എ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? എ ഇൻറ്റു എ എന്ന് കൊടുക്കാം അല്ലേ? അതേപോലെ ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു. n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ എന്ന് കൊടുത്തു പ്ലസ് n മൈനസ് കെ എന്ന് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ കുറേ n മൈനസ് കെ എനിക്ക് വന്നു അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇതും ഒരു ടേമാണ്, ഇതൊരു ടേമാണ്. അപ്പം ഞാൻ ഒറ്റ ടേമായിട്ട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എ ഇൻറ്റു എ പ്ലസ് എ വരികയാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ പ്ലസ് 1, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. എ ഇൻറ്റു എ പ്ലസ് എ അല്ലേ? മനസ്സിലായോ? ഇപ്പോൾ n മൈനസ് കെയിൽ ഞാനിപ്പോൾ എ ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ എ ഇൻറ്റു എ പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്? എ രണ്ട് ടേമിൽ നിന്ന് ഞാൻ എ കോമൺ എടുക്കുവാണ്. അങ്ങനെ വരുവാണെങ്കിൽ ഫസ്റ്റ് ടേമിന് എ വരും പ്ലസ് സെക്കൻഡ് ടേമിന് 1 വരും. എ ഇൻറ്റു എ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ അത് എക്ക് വരും ഞാനിവിടെ എന്താണ്? n മൈനസ് കെ. അപ്പം n മൈനസ് കെ വരും. ഓക്കെ, n മൈനസ് കെ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? n മൈനസ് കെ എ ഇൻറ്റു എ പ്ലസ് എ അല്ലേ? അപ്പം n മൈനസ് കെ പുറത്തെടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഓക്കെ, ഇവിടെ അപ്പം ഞാനിവിടെ നോക്കിക്കേ, എ ഇവിടെ പുറത്തെടുക്കുക, എ ഇൻറ്റു എ പ്ലസ് 1 എന്ന് വരും. അതേപോലെ എ പുറത്തെടുക്കുകയാണെങ്കിൽ ഞാൻ എ എടുത്തു, ഇതെന്ത് വരും? എ പ്ലസ് 1 വരും. ഓക്കെ, അപ്പം എ മൈനസ് എ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയോ? നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? നമുക്ക് എങ്ങനെയെങ്കിലും എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടെത്തിക്കണം, n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ മാത്സ് സോൾവ് ചെയ്ത് വന്നത്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനിക്ക് എന്ത് പറയും? 1/2 ഇൻറ്റു n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1. ഓക്കെ, സോ അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഈ മാക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2 എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതാണ് അവിടെ നമ്മൾ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? സിമ്പിൾ ഗ്രാഫ് വിത്ത് n വേർട്ടിസസ് k കമ്പോണൻസ് ഉണ്ടെങ്കിൽ ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് എത്ര എഡ്ജസ് വരും? n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2. അതാണ് ഇവിടെ ഈ മാക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2. ദാറ്റ് ഈസ് ഈ മാക്സ് ക്യാൻ ബി അറ്റ്മോസ്റ്റ്, അതായത് എത്ര വരാം? n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2. ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ ഒരു കൺവേർഷൻ മീൻസ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ആൾജിബ്രിക് ഇൻഇക്വാളിറ്റി ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ആവശ്യമുള്ള പ്രൂഫിലോട്ട് കൊണ്ട് എത്തിക്കുക.
Okay.